ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൂടിയോ കുറഞ്ഞോ? സ്നേഹം, പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയുക. സ്നേഹം കൂടിയോ? പ്രത്യേകിച്ച് എന്നോട് തെറ്റി വിഷമിക്കരുത്, നമ്മളാണ് ഏറ്റവും സ്നേഹമില്ലാത്തൊരു കൂട്ടർ. ഒത്തിരി പേരുണ്ട് നല്ലവർ, എന്നെ കുറേ പേര് കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ക്രിസ്ത്യാനികളാണ് തമ്മിൽ സ്നേഹം കുറവുള്ളവർ. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കാകെ എത്ര മക്കളേ ഉള്ളൂ? ഒന്നല്ല രണ്ട്. ആ രണ്ടുപേരും വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പലർക്കും ഇല്ല. വേറൊരു കൂട്ടർക്ക് 8ഉം 10ഉം മക്കളുണ്ട്. ആരാന്ന് മനസ്സിലായി കാണും. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അപ്പൻ കല്യാണം വെച്ച പോലെയാണ് ഫുഡ് കൊടുത്ത് എല്ലാവർക്കും. ഭക്ഷണം ആഘോഷമായ ആദ്യ കുർബാന. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എടാ ഇത്രയും ആഘോഷമാക്കണോടാ ഈ ചെറിയ കാര്യത്തിന്? അപ്പോൾ അപ്പം പറയണേ, ഇതുങ്ങളുടെയൊക്കെ കല്യാണം നടത്താൻ പറ്റുമെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അത് കറക്റ്റാ. പെൺമക്കളുള്ള എല്ലാവരുടെയും അമ്മമാരുടെ അപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് അത് ഉറപ്പില്ല. എന്നെ ദേഷ്യപ്പെടരുത്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന പെങ്കൊച്ചിനെ കുറിച്ച് അപ്പം പറയുവാണ്, ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കാം, കല്യാണത്തിന് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലെന്ന്. പലർക്കും ഉറപ്പില്ല. അത് മോഹം കണ്ടാൽ അറിയാം. ഞാൻ നോക്കിയിട്ടില്ല. ഉറപ്പില്ല. ആകെ 2 ഉള്ളൂ. ഉറപ്പില്ല. നമ്മൾ വിശ്വാസി നിൽക്കും, ഉറപ്പില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് തമ്മിൽ ഒരു സ്നേഹമില്ല, നമുക്ക് നല്ലൊരു അടിത്തറയുള്ള വളർച്ചയില്ല. എന്നാൽ എല്ലാവരും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൂടുന്നവരാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപയാണ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. സ്നേഹിക്കണം. ഒത്തിരി പേര് ഒരാളോട് പറയണേ, അച്ഛാ എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അത് സ്നേഹമല്ല. ആണോ അല്ലയോ? സ്നേഹം ഉള്ളിൽ സത്യമാണെങ്കിൽ അത് പ്രകടിപ്പിക്കും. അതാണ് ഈശോ കാണിച്ചു തന്നത്. ഈശോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് 90 വയസ്സ് വരെ ജീവിച്ച് മരിച്ച ആളല്ല. സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിച്ചു തന്ന ആളാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? ഞാനും നിങ്ങളും സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കേണ്ടവരാണ്. ഒരു വീട്ടിൽ തമ്മിൽ സ്നേഹമുണ്ടോ? ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ചിലർ എന്നോട് ദേഷ്യത്തോടെ ഇരിക്കുന്നത്. ഇവിടുത്തെ കാര്യമല്ല. ഞാൻ 288 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പരസ്പരം മിണ്ടുമോ ഇല്ലയോ? ഇന്ന് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ നല്ല മിണ്ടാട്ടം ഉണ്ടോ അവിടെ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരു 4, 8, 10 ഫോണും കാണും. 4 പേരേ ഉള്ളൂ. ഒരാൾക്ക് ഈ കീശയിൽ ഒരു ഫോണും ഇപ്പുറത്തൊരു ചെറിയ ഫോണും പിന്നെ സാധാരണ ഒരു ഫോണും. 3 എണ്ണം വെച്ച് 4, 3, 4, 12 എണ്ണം കാണും. ആരെങ്കിലും മിണ്ടുവോ? നമ്മളെല്ലാം ഫോണിൽ നോക്കുകയുള്ളൂ. നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഇപ്പം ബന്ധങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെയുള്ളവരോട് മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെയുള്ളവർ മിണ്ടുന്നത് ഉസ്ബെക്കിസ്ഥാനുള്ള ഒരുത്തനോടാണ്. അവിടെയാണ് ജോലി. ഇവിടെയുള്ള ഒരുത്തി മിണ്ടുന്നത് ലസ്ബെക്കിസ്ഥാൻ, ആ രാജ്യം ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഏതോ ഒരു രാജ്യത്തുള്ള ആൾക്കാരോടൊക്കെയാണ് മിണ്ടുന്നത്. അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് മിണ്ടുകയാണ് രാത്രി 1, 2 മണി 3 മണി വരെ. അപ്പോഴാണ് ആ വീട്ടുകാർ പറയുന്നത്, അച്ഛാ ഇവർ വായിലൊരക്ഷരം മിണ്ടില്ല, പക്ഷേ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള ആരോടും മിണ്ടില്ല, എവിടെയുള്ളവരോടൊക്കെ മിണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നല്ല വർത്താനം പറയുന്നത്? നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരാൾ 7 മണിക്ക് ഒരാൾ മരിച്ചു എന്ന് കരുതുക, 8 മണിക്ക് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ 8:05 വീട്ടിൽ പറയുന്നൊരു വാക്കെന്നറിയോ? ഇതെങ്ങനെ പറയും? ശോടാ നല്ലൊരു മനുഷ്യനായിരുന്നു, നന്നായിട്ട് കുടുംബം നോക്കിയായിരുന്നു. ഇതെപ്പോൾ പറയേണ്ടതാ? ഇത് ചെവി കേൾക്കാൻ പറ്റുമ്പം പറയേണ്ടതായിരുന്നു. ഇത് പറയാത്തതുകൊണ്ടാണ് പുള്ളി 8 മണിക്ക് മരിച്ചു പോയത്. എൻ്റെ അവിടെ എല്ലാവരും എതിരായിപ്പോയി, പുള്ളി വിഷമം കൊണ്ട് മരിച്ചു പോയതാ. മരിച്ചു കഴിയുമ്പോൾ നേഴ്സുമാർ നമ്മുടെ ചെവിയിൽ 1 കിലോ പഞ്ഞി ഇവിടെയും 1 കിലോ പഞ്ഞി ഇവിടെ അടിച്ചു കയറ്റും, പൊട്ടിയിട്ട് അടച്ചു പൂട്ടും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഒന്നും കേട്ടിട്ടില്ല പുള്ളി. ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കാണെന്ത്? നല്ലത്. നല്ല കുടുംബം നോക്കി നല്ലത് പറയും. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്?
പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട്. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിഞ്ഞിട്ടാണോ നമ്മൾ പൂക്കൾ കൊടുക്കുന്നത്? പൂക്കൾ. ഇപ്പോൾ ഒരാളിവിടെ മരിച്ചെന്നിരിക്കട്ടെ, ഇവിടെയല്ല, അവിടെ ഒരു മരിച്ചു. അന്നേരം വീടിൻ്റെ മുറ്റത്തുനിന്നൊരു ഫോൺ വിളിക്കും. അങ്ങോട്ടെന്നറിയാം, ബാംഗ്ലൂർക്ക്. ഞാൻ കേട്ടതാണ്. മരിച്ച ഉടനെ മകൻ മുറ്റത്ത് ബാംഗ്ലൂർക്ക് എടാ എടാ നാളെ ആ ഗോൾഡൻ ബസ്സിന് ഒരു 10,000 രൂപയുടെ പൂ കൊടുത്തു വിടാൻ പറ്റുമോടാ? എടാ ഒരു 10,000 രൂപയുടെ പൂ. എന്താടാ? അമ്മ മരിച്ചു. അമ്മ എത്ര വയസ്സുണ്ടായിരുന്നു? 93 വയസ്സുള്ള അമ്മ മരിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോൾഡൻ ബസ്സിന് 10,000 രൂപയുടെ പൂ വരും. 93 ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഈ വേട്ടാവളിയൻ ഒരു തൊട്ടാവാടി പൂ കൊടുത്തിട്ടില്ല. സോറി, ഏത് പൂവാ കൊടുത്തിട്ടില്ലാത്തത്? നിങ്ങൾ മറ്റേ പേരെ ഓർത്തിരിക്കുന്നത്, അതല്ല. തൊട്ടാവാടി ഇവിടെ ഉണ്ടോ? അത് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നിന്ന്. നമ്മൾ മരിക്കുമ്പോഴേ നഴ്സുമാർ നമ്മുടെ ഈ മൂക്കിലും 1/2 കിലോ പഞ്ഞി കയറ്റി സെറ്റാക്കും. പിന്നീട് ഒരു മണം അറിയത്തില്ല. അന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് 10,000 രൂപയുടെ പൂ. ഇതെന്നാ ഊട്ടി ഫ്ലവർ ഷോ വരാൻ പോവാണ് ഇവിടെ. ചില വീട്ടിൽ മരിച്ചു കിടക്കുന്ന പെട്ടിയും അവരെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും കണ്ടാൽ നമുക്ക് തോന്നും ഫ്ലവർ ഷോയാന്ന്. സത്യസന്ധമായിട്ട് പറയാം, ഫ്ലവർ ഷോ പോലെ സെൽഫി എടുക്കാനൊക്കെ തോന്നും. അത് അലങ്കരിക്കാൻ വാട്ടർ ലെവലിൽ കിടത്തും നമ്മളെ. വാട്ടർ ലെവലിൽ നോക്കുകയൊക്കെ ചെയ്യും. അതിന് പ്രത്യേക സെറ്റപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ വലിയ കാര്യമായ ഒരു സ്നേഹമില്ല. കുറേ പൂവും കുറേ. ഇനി ജീവിച്ചിരിക്കുമ്പോൾ ചെരുപ്പ് മേടിച്ച് കൊടുക്കാത്തവൻ ഷൂ മേടിച്ച് കൊടുക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഷൂ. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദൂരയാത്രകളൊന്നും ഇല്ല, നമ്മൾ മത്സരത്തിന് ഓടുന്നില്ല. പക്ഷെ അന്നേരം വീട്ടുകാർ നല്ല ഷൂ മേടിച്ചു. ഒരു വീട്ടിലൊരച്ഛൻ മരിച്ച വീട്ടിൽ ചെന്ന് ഒപ്പീസിയല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ അന്നാമ്പള്ളം തളിച്ചു പോയപ്പോൾ കണ്ടു, അമ്മച്ചിയാണ് മരിച്ചത്. അമ്മച്ചിയുടെ കാലിവിടെയും ഷൂ ഇവിടെ. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പം അച്ഛൻ ചെവി പറഞ്ഞിടാ, ഷൂവേ പെട്ടിയുടെ സൈഡിലാണ് വച്ചിരിക്കുന്നത്, അമ്മച്ചിയുടെ കാലയിൽ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, ഷൂ വന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കാല് മരച്ചു പോയി, ഇനി അനങ്ങത്തില്ല. അതുകൊണ്ട് ഇനി കാല് കയറണമെങ്കിൽ ഷൂ മുറിക്കണം അച്ചോന്ന്. അതുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഷൂ പെട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയും വച്ചിരിക്കുവാണ്. കാലിവിടെ ഷൂ ഇടാണ്ട്. ബാംഗ്ലൂരിൽ നിന്നുണ്ട് പൂ ഇടയ്ക്കിട്ട് ഈ അതിനകത്ത് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഷൂ. ഇനി മരിച്ചു കഴിഞ്ഞ് 41 നമ്മൾ പോയി നോക്കിയാൽ വീട്ടിൽ ഒരു കല്യാണത്തിന് സദ്യ ആയിരിക്കും. നമ്മളോട് ചോദിക്കും, ചിക്കൻ എടുക്കട്ടെ, കാട വറുത്തെടുക്കട്ടെ. നമുക്ക് തന്നെ തോന്നും കല്യാണമാണോ 41 നാം സംശയം തോന്നും. നമുക്ക് സ്നേഹം കുറഞ്ഞു പോയി. മരിച്ച വീട്ടിൽ തന്നെ പോയി നോക്കിക്കേ, ഒരു കല്യാണ വീടിൻ്റെ അന്തരീക്ഷം ആർക്കും ഒരു ദുഃഖം കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില മരിച്ച വീട്ടിൽ ചെന്നാലേ നമ്മൾ ഓർക്കും ഇവരെയൊക്കെ എന്താവോ സിനിമയിലെടുക്കാത്തതെന്ന്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ അത്രയും അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേര് ഈ മരിച്ച വീട്ടിലുണ്ട്. എപ്പോഴാണെന്നറിയോ? നിങ്ങളൊന്ന് കാണാൻ വേണ്ടി പോകണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുമ്പോൾ, ഞാൻ നമ്മുടെ പള്ളിയിലെ അവിടുത്തെ അടക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അടക്കിന് വെച്ച് കഴിഞ്ഞാലേ പ്രാർത്ഥന കഴിയുമ്പോഴേ ഒരു വെള്ളം ഇട്ടൊരു ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെടും മരിച്ച വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്നൊരു വിളിയുണ്ട്. വിളിക്കും. എന്നാ വിളിക്കുന്നറിയോ? ഫോട്ടോ എടുക്കുക ചടങ്ങുണ്ട്. അതിൻ്റെ പേരെന്താ? ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിക്കും, എടാ തങ്കച്ച അവളെ വിളിക്കുക. എന്നത്തിനാ? ഇവിടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാ. അപ്പം നമ്മൾ നോക്കുക, ആരുടെ തങ്കച്ചൻ? ഇവിടെയുള്ള തങ്കച്ചനല്ല, മേരിയൊക്കെ വരുവേ. അപ്പം ഇവരൊക്കെ വരുമ്പോൾ നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെയാണ് വരുന്നത്. ഈ പെട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇവർ ചളുക്കി ഇത് ഒപ്പീസിൻ്റെ പോലെ ആക്കും, മരിച്ച പോലെ ആക്കും. അപ്പം നമുക്ക് മനസ്സിൽ തോന്നും ഇവരെയൊക്കെ എന്താവോ സിനിമയിലെടുക്കുക. എന്തോ ഒരു അഭിനയമാണിത്. കറക്റ്റായിട്ട് അവർ അഭിനയിക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് പെട്ടെന്ന് മുഖം കോട്ടുക, ഭയങ്കര അഭിനയം. എന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് സിനിമയിൽ എടുക്കാതെ പോയതാണ്, അല്ലെ എടുക്കേണ്ടതാണ്. നല്ല അഭിനയം. മരിച്ചു വീട്ടിൽ ചെന്നാൽ അഭിനയിക്കുന്നവരെ കാണാം, സ്നേഹമില്ലാത്തവരെ കാണാം. സ്നേഹമില്ലാത്തവർ ഇനി ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്തതും മരിച്ചു കഴിയുമ്പോൾ ക്യൂ നിന്ന് കൊടുക്കും. എന്താ അത്? അതിവിടെ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഉമ്മ കൊടുക്കുന്നുണ്ട് പലർക്കും, അത് പല സ്ഥലത്തേക്കാണ് പോണത്. കൊടുക്കേണ്ടതാർക്കാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്? കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കൊടുക്കുന്ന എങ്ങനെയെന്നറിയോ? കൊടുക്കേണ്ടാത്ത ആളുകൾക്ക് എപ്പോഴൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. ഞങ്ങളുടെ അവിടുത്തെ അടക്കിന് പ്രത്യേകതയുണ്ട്. മരിച്ചു കഴിഞ്ഞ് ഈ പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് കുഴിയുടെ അടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇടുമ്പോഴേ ഒരു ചങ്ങായി
ചെങ്ങായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയാണ്, ചെങ്ങായി എന്ന് വിളിക്കും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ വാക്ക്? ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളെ ഈ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന പോലെ തുണിയായിട്ട് നിൽക്കും ഒരു ചേട്ടൻ. ആര്? അപ്പോൾ ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ ചുംബിച്ച് പോകുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ഒരാളെ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് ഓരോ തുണിയിടും. അപ്പം ശരിക്കും നമുക്ക് ഈ തുണിയിടുന്ന ആളെ കണ്ടാൽ ഇങ്ങനെ തന്നെയാണ്, പൊറോട്ട അടിക്കുന്നവർ തോന്നും. ശരിക്കും പൊറോട്ട അടിക്കും മരിച്ച്. അപ്പം ഈ ആൾക്കാരൊക്കെ ഈ തുണിയെ മുത്തും. ചില ആളുകൾ ഈ തുണി മാറ്റിയിട്ട് മുത്തും. അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യൂവിൽ നിന്ന് കൊടുക്കും, ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന നമ്മുടെ സ്നേഹം ഇതാ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണമെന്നാണ്. ആണോ അല്ലയോ? അതെ. ഉദാഹരണം പറയട്ടെ, ചേട്ടൻ ഗൾഫിൽ പോയി. ചേട്ടൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു, അനിയൻ്റെ ഭാര്യ അനിയനോട് പറഞ്ഞു, ചേട്ടനോട് ചോദിക്കും, എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്കും ദുബായിൽ എവിടെയെങ്കിലും കിട്ടും, പോ. അങ്ങനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അനിയൻ ചേട്ടനോട് ചോദിക്കും, തലയെ ചൊറിഞ്ഞുകൊണ്ട്, എടാ എനിക്കും എന്തെങ്കിലും ഒരു പണി. അവൻ അന്നേരെ പറയുന്ന ഡയലോഗ് ഇങ്ങനെയായിരിക്കും, ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നാ പറയുന്നറിയോ? എടാ അവിടെ ഭയങ്കര ചൂടാ, 4 മാസമായിട്ട് സാലറി കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാന്ന് ഓർത്തിരിക്കുക. ഇതേ പറയുള്ളൂ. ചില ആൾക്കാർ പോയാൽ അവരുടെ കുടുംബക്കാരെ മുഴുവൻ എങ്ങനെയും അവിടെ എത്തിച്ച് രക്ഷപ്പെടുത്താൻ നോക്കും. നമ്മളൊരാൾ രക്ഷപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം ഈ ഗ്ലാസിൻ്റെ അത്രയേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബക്കാരെ കൂടി രക്ഷപ്പെടുത്തണം കേട്ടോ. അതിനുവേണ്ടി ഈ ധ്യാനം കൂടുന്നേ. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ, എനിക്കിവിടെ 10 രൂപ കിട്ടിയെങ്കിൽ 10 രൂപ കിട്ടാനുള്ള വഴി 10 പേർക്കും കൂടെ തുറന്നു കൊടുക്കണം. അല്ലാതെ ഹല്ലേലൂയ പറഞ്ഞ് തൊണ്ണ പൊട്ടിച്ച് ഭയങ്കര അഭിഷേകമായിരുന്നു എന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞു പോകുന്നതിൽ ഒരഭിഷേകവും ഇല്ല. പക്ഷെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന, എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ, ആ അവസ്ഥയിലേക്ക് പലരെയും ഉയർത്തിയാൽ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ ദൈവം ഉയർത്തുന്ന ആളെ, മക്കളെ ഇസ്രായേലിൽ, വേറൊരു മകനെ കാനഡയിൽ ഒക്കെ കിട്ടും. അപ്പോൾ എൻ്റെ മകനെ രക്ഷപ്പെടുത്തി വീട് വെച്ചു, എനിക്കിഷ്ടം പോലെ പൈസയായി, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ ചിന്തിക്കരുത്. രക്ഷപ്പെടാത്ത എൻ്റെ കുടുംബക്കാർ കുറേ പേര് അവിടെ ഇവിടെയും കിടപ്പുണ്ട്. അവരെയും കൂടി എങ്ങനെയും പിടിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കയറ്റി വിടുമ്പോൾ പേടിക്കരുത്, എൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകുമെന്ന്. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം എനിക്കുള്ള അനുഗ്രഹം വർദ്ധിച്ചേ വരുള്ളൂ. ദൈവവചനത്തിൻ്റെ കണക്കെന്നറിയോ? കൊടുക്കുവിൻ തീർന്നു പോകുന്നല്ല, പിന്നെയോ കൊടുക്കുവിൻ നിറച്ചളർന്ന് മടിയിലിട്ട് ഇഷ്ടം പോലെ തരുന്ന. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സ്നേഹത്തെ, പ്രാർത്ഥന ഇല്ലാത്തത് സ്നേഹം കുറച്ചു. സ്നേഹം വല്ലാണ്ട് കുറഞ്ഞു പോയി നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തെളിവ് പറയാം. മക്കൾക്ക് പോലും മാതാപിതാക്കളോട് സ്നേഹം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. എത്ര അപ്പന്മാരാ പറയുന്നറിയോ? മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി സൗന്ദര്യവും ഇച്ചിരി കാറും ഒരു ചൊക്കട വീടും വന്നപ്പം പ്രാർത്ഥന കുറഞ്ഞു പോയി. അത് നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തെ വല്ലാതെ കുറച്ചു. സ്നേഹം കുറഞ്ഞു. ഉദാഹരണം പറയാം. 10-30 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ വീടിരിക്കുന്ന ഒരു വീട്, പഴയ പണക്കാര്, തൊട്ടടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണക്കാരൻ. അപ്പോൾ ഈ പണക്കാരനായ ഈ മനുഷ്യൻ എന്നും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഡാ നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ മക്കളെ കെട്ടിച്ചു വിട്ട് നല്ല നിലയിലാക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ആര്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ കളിയാക്കി. ഇയാൾക്കുണ്ട് 3 മക്കൾ, ഇയാൾക്കുണ്ട് 3 മക്കൾ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ 3 മക്കളെയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രാർത്ഥിക്കാത്ത മനുഷ്യന് വീടുണ്ട്, കാറുണ്ട്, മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ കടന്ന് ചേട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര അടി. എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തമ്മിലുള്ള അടിയല്ല, പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കാണ്. ഇതാണെങ്കിൽ വിദ്യാഭ്യാസം ഇനി പഠിക്കാനില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയ പെണ്ണുങ്ങളാണ്. പഠിച്ചു ലാസ്റ്റ് എത്തിയവരാണ്. അത്രയും പഠിപ്പുള്ളവർ വീട്ടിൽ കിടന്ന് കടിപിടി കൂടിയിട്ട് അയൽവാസികൾ പറയാണ്, ദേ ആ വീട്ടിലെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ തമ്മിലേ മിറ്റത്ത് കിടന്ന് ഇന്നലെ കടിപിടി ആയിരുന്നു എന്ന്. ആരാ കടിപിടി കൂടുന്നേ? പട്ടികളാണ്.
സ്കൂളിൽ പോകാത്ത പട്ടികൾ പോലും ഇന്ന് കടിപിടി കൂടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ടൗണിൽ പോയി നോക്കിയോ, പട്ടികളൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യത്തിലായി കഴിഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ബുദ്ധിയുള്ളൊരു ഐക്യമില്ല. ഒരു സ്ഥലത്ത് പോയി ഒരു പട്ടി കടിക്കാൻ വന്നപ്പോഴേ ഒരു ചെറിയ കല്ലെടുത്ത് പോ പട്ടി എന്ന് പറഞ്ഞ് ഒറ്റ ഏറെറിഞ്ഞു. ആ പട്ടി ഭേന്നൊരു ഒച്ചയും വെച്ചു. അപ്പോൾ കാലില്ലാത്തതും കൈയില്ലാത്തതും ചെവിയില്ലാത്തതും അവനെ കൊണ്ട് ആ പല വഴിക്ക് നമ്മൾ ഓടിപ്പോണ്ട് വന്നു. ഒരുത്തനെ തൊട്ടപ്പോഴേ ഒന്നും അൽസേഷൻ പട്ടികൾ, വെറും കില്ലപ്പട്ടികളാ. ഒരെണ്ണത്തിന് കൈയില്ല. ആരോ വാല് തല്ലി ഓടിച്ചാൽ താന്നാ കിടക്കുന്നത്. എന്നാലും ഉണ്ടല്ലോ തത്തി 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 ഇവൻ എന്നാ ഒച്ച വച്ചെന്ന് അറിയാൻ വേണ്ടി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുക. പണ്ട് കുറെ പട്ടികൾ ഉണ്ടായിരുന്നു. ആ ഒരെണ്ണം എറിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ വന്ന് അതിനെ കടിച്ചേനെ. ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് വരെ ഉണ്ടല്ലോ ഭയങ്കര കൂട്ടായ്മയാ. ബുദ്ധി വിവരമുള്ളവർ നമ്മൾ തമ്മിൽ ദേ കടിപിടി കൂടുകയാണ്. അങ്ങനെ ചേട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യയെ കടിച്ചു പറിച്ചു. ആരും എന്ന് വെക്കരുത്, ആഫ്രിക്കയിലല്ല. ആഫ്രിക്കയിലായിരുന്നു ഞാനും നിങ്ങളുടെ കൂടെ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചേനെ എന്ന് വെക്കാൻ. ഇത് മലയാളികളാണ്. കടിച്ചു പറിച്ചിട്ട് ആശുപത്രിയിൽ പോയി. കൈയുടെ ഈ ഭാഗമാണ് കടിച്ചു പറിച്ചത്. അങ്ങനെ ഇത് വീട്ടുകാരെല്ലാം ഇടപെട്ടിട്ട് പെട്ടെന്ന് വീട് വെച്ച് മാറി താമസിക്കടാ അവനെന്ന് പറഞ്ഞു. അവനെ മാറ്റി താമസിപ്പിക്കടാ, വീട്ടിൽ തമ്മിൽ നാണക്കേടാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു വീടൊക്കെ തട്ടിക്കൂട്ടി മാറാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുമ്പോഴേ പറഞ്ഞു തീർത്ത പ്രശ്നം. സ്ത്രീകൾക്കൊരു പ്രശ്നമാണ്, ഒരിക്കലും മറക്കത്തില്ല. മറക്കുവോ? മറക്കില്ല. ആണുങ്ങളാണ് എന്തെങ്കിലും മറക്കും, പോട്ടെന്ന് നോക്കും. ഈ കൈയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ, അവർക്ക് ഒരു കൊച്ചുണ്ട്. ഒരു കൊച്ച് ഈ കടി കൊണ്ട ചേച്ചി ചേട്ടൻ്റെ ഭാര്യേനെ അല്ല കടിച്ചു പറിച്ചത്, അവരുടെ 1 or 2 വയസ്സുള്ള കൊച്ചിൻ്റെ ചെവി കടിച്ച് തുളച്ച് കളഞ്ഞു. വാശി തീർത്താണ്. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, അച്ഛാ സ്ത്രീകളെ ഒന്നും മറക്കില്ല അച്ഛാ, എല്ലാം മനസ്സിൽ വെക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ഇവർ തന്നെയാണ് പറഞ്ഞത്. അതൊരു ചേട്ടനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി. അപ്പോൾ ഒരു 35 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഭാര്യയായി ഒരു പ്രശ്നമായി. ഭാര്യ ഉടനെ ആങ്ങളമാരോട് ചെന്ന് പറഞ്ഞിട്ട് ആങ്ങളമാരെല്ലാം കൂടെ വന്ന് ഇയാളെ ഇടിച്ചിട്ട് ഈ കാലേ ക്ഷമ വെക്കണമെന്ന് പറഞ്ഞു. പെങ്ങളുടെ കാലത്തോട്ട് ക്ഷമ വെക്കണം. ആങ്ങളമാർ ഇടിച്ച് ശരിയാക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞാണ്, എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പം എത്ര വർഷം കഴിഞ്ഞു? 30-35 വർഷമായി. അവരുടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. എന്നാലും ഇന്നും ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ അടുക്കളയിലെ കത്തി എടുത്തോണ്ട് ഇങ്ങനെ ബഹളം വെച്ച് വരും. അല്ലേലും നിങ്ങൾ 38 വർഷം മുമ്പെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കും, എടി നീ അത് മറന്നില്ലേന്ന്. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് പറയും, ഞാൻ അങ്ങനെ മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ആക്ഷൻ ആ ചേച്ചി, എൻ്റെ ആക്ഷൻ അല്ല കേട്ടോ, ആ ചേച്ചിയുടെ ആക്ഷൻ ശ്രദ്ധിച്ചോ. ഞാൻ അങ്ങനെയൊന്നും മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ഒന്നും മറക്കില്ല. ആര്? ഒന്നും മറക്കത്തില്ല. ഒന്ന് പുറമേ ചിരിച്ചൊക്കെ കാണും. ആണുങ്ങൾ തമ്മിൽ വലിയ ഗുണ്ടകളാണെ പോലും പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീരും. അത് പറയാൻ വേണ്ടി വന്നാൽ അത് പോട്ടെ. എന്താ പറഞ്ഞു വന്നത് മറന്നുപോയി. ആ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തോണ്ട് ഇപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത്, എടാ പ്രാർത്ഥന ഇല്ലാത്തതിൻ്റെ കുറവ് എൻ്റെ കുടുംബത്തിൽ തമ്മിത്തല്ലും വഴക്കും ഉണ്ടായപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇന്ന് ആ കുടുംബത്തിൽ പ്രാർത്ഥന കയറി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയുള്ള കുടുംബം തമ്മിത്തല്ലി ചെതറിപ്പോകില്ല. പ്രാർത്ഥനയുള്ള കുടുംബം ഒരു കുടുംബത്തിൽ ഒരു കൊടക്കീഴിൽ എന്ന പോലെ ദൈവം നിർത്തും. നിങ്ങളോട് പറഞ്ഞ വചനം ഇന്ന് വായിച്ച്, മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ബർത്തേമിയൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വചനം നിങ്ങൾ കിട്ടിയോ? വചനം കിട്ടിയോ? എവിടെ പോയി അത്? കിട്ടി. 10-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. ഒന്നാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവർ ജെറീക്കോയിലെത്തി. എവിടെ എത്തി? ജെറീക്കോയിലെത്തി. അടുത്തത് ശ്രദ്ധിച്ച് വായിച്ചാൽ പിടികിട്ടും. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറീക്കോ വിട്ടുപോകുമ്പോൾ, അത് ആ 2 വാക്ക് ശ്രദ്ധിച്ചേ. ഒറ്റയ്ക്ക് പോയതല്ല. എങ്ങനെയാ പോയത്? വലിയ ജനാവലി. ഇപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്തും പുറത്തുമൊക്കെ ഇരിക്കുന്ന സമൂഹത്തെ നോക്കിയിട്ട് ചിലപ്പോൾ പറയും ഒരു ജനാവലി എന്ന്. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് മനസ്സിൽ കാണാം. ഇത്രയും ആൾക്കൂട്ടത്തോടൊപ്പം ഈശോ ജെറീക്കോയിൽ നിന്ന് പോവുകയാണ്. ശിഷ്യന്മാരുണ്ട്, ആൾക്കൂട്ടമുണ്ട്. അപ്പോഴാണ് ഈശോ ശ്രദ്ധിച്ചത് എഴുതിയിരിക്കുകയാണ്, തിമയോസിൻ്റെ പുത്രൻ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ
വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതാരാ ശ്രദ്ധിച്ചത്? ആള് നിൽക്കുവാണോ ഇരിക്കുവാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഇത്രയും പേര് നിൽക്കുമ്പം, ഇത്രയും പേര് എൻ്റെ ഒപ്പം നിൽക്കുമ്പം വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്തേലും ഒരു പ്രത്യേകത വേണം. അപ്പോൾ ഈശോ ആരെയാ ശ്രദ്ധിച്ചത്? ഞാൻ ആരെയാ ശ്രദ്ധിക്കുന്നതെന്ന് പറയാം. ഞാൻ ഇതിനകത്ത് നല്ല തൊലിവെളുപ്പുള്ള എത്ര പേരെണ്ണം ശ്രദ്ധിക്കും? കുറേ നേരം നോക്കി നിന്നിട്ട് പൈസക്കാരായിരിക്കും അല്ലേന്നൊക്കെ നോക്കും. ഏറ്റവും വലിയ കാറിനാരാ വന്നേ നോക്കും. ഈശോ നോക്കിയത് കാറിനാരാ വന്നേ, സ്വോത്രക്കാഴ്ച ആരാ കൂടുതലിട്ടത്, ആരാ കൽക്കുരിശ് അവിടെ പണിതത്. ഈശോ അതല്ല ശ്രദ്ധിച്ചത്. എന്നെ ശ്രദ്ധിച്ചത് വഴിയരികിൽ ഇരിക്കുന്നവനെ ശ്രദ്ധിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് മനസ്സ് വിഷമിച്ചിരിക്കുന്നവരെ ദൈവം ശ്രദ്ധിക്കും. പറഞ്ഞു ഹല്ലേലൂയ. പലർക്കും നമ്മുടെ ദൈവത്തെ അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ സമൂഹത്തിനകത്തിരിക്കുന്ന ചിലപ്പോൾ വേദന കൊണ്ട് കൂരിയിരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. ഈശോ നിങ്ങളെപ്പോലും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത വചനം വായിക്കാം. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പൊസിഷൻ നിങ്ങൾ കാണുമ്പം ഇത് നിങ്ങൾ ഭാവനയിലൊന്ന് കാണണം. ഒരുപാട് ആൾക്കാരുടെ ഒപ്പം ഈശോ പോകുമ്പം അതിനകത്ത് സൈഡിലിരുന്ന ഒരുത്തൻ മാത്രം വിളിച്ചു പറഞ്ഞു യേശുവേന്ന്. ഒറ്റ ഒരുത്തൻ മാത്രം. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ ദൈവം കടന്നു പോകില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്, 4 പേരും പ്രാർത്ഥിക്കുന്നവരല്ല, ഒരാൾ നല്ല പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും പ്രാർത്ഥനയോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാതെ കവച്ചു വച്ച് ദൈവം അനുഗ്രഹിക്കാതെ കടന്നു പോകില്ലെന്ന്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്ത് ഭയങ്കര സ്വാധീനം ചെലുത്തേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇത്രയും പേരുണ്ടായിട്ട് ശ്രദ്ധിച്ചതാരെയാ? പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ ഈശോ ശ്രദ്ധിച്ചത്. പ്രാർത്ഥനയുള്ള അവൻ്റെ ഹൃദയത്തെയാണ്. അവൻ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിളി വിളിച്ചതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, മനസ്സിൽ നിന്നാണ് ദൈവത്തെ വിളിക്കുന്നെങ്കിൽ, ഈശോ നമ്മൾ എവിടെ ഇരുന്നാ വിളിക്കുന്നെങ്കിലും ഈശോ അത് ശ്രദ്ധിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ആ ഉറപ്പുണ്ട് കേട്ടോ. 10ാം ക്ലാസ് വരെ ബൈബിൾ പോലും ഇല്ലാത്ത എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരുപാട് എൻ്റെ കുടുംബത്തേക്കാൾ നല്ല അവസ്ഥയിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. നല്ല ഭക്ഷണം കഴിച്ചവരും നല്ല കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നവരും നല്ല കാറിൽ യാത്ര ചെയ്യുന്നവരായിരിക്കുന്നവരും. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചെങ്കിൽ ദൈവം നിങ്ങളുടെയും പ്രാർത്ഥന എൻ്റെ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളായിട്ട് ആരോടും പറയുക, അല്ലെങ്കിൽ പറയാം. നിങ്ങൾ പറയരുത്, ആ സ്ഥലപ്പേര് അത്ര പറയാൻ കൊള്ളുന്ന സ്ഥലപ്പേരല്ല. നിങ്ങളായോണ്ട് പറയാം, ചെകുത്താങ്കുഴി എന്നാണ്. നിങ്ങൾ ആരോടും പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാൽ മതി. ഈ സ്ഥലത്തിന് ചെകുത്താങ്കുഴി എന്നുള്ള പേര് വരാൻ കാരണം അവിടെ 4 വീട്ടുകാരേ ഉള്ളൂ. അന്നും ഇന്നും ഒരു വീട്ടിൽ താമസമില്ല. അഭിവന്ദ്യ തിരുമേനി കുറച്ച് വർഷം മുമ്പ് ധ്യാനിപ്പിക്കാൻ പോയ സ്ഥലം കുടിയാമ്പല. അവിടെ താമസിപ്പിക്കുന്ന ഒരു ചേട്ടൻ്റെ വീടാണ് ഒരു വീട്. 3 വീട്ടിലെ ആൾതാമസം ഉള്ളൂ. 4 വീടേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു 60-70 ഏക്കർ സ്ഥലമാണ്. വീടില്ല. അപ്പോൾ ഈ വീട്ടിലേക്ക് വഴി പോലും ഇല്ല. ഒരു ബൈക്ക് പോലും ഇറങ്ങുന്ന വഴിയില്ല. ഒരു കുത്തനെയുള്ള ഇറക്കവും ഒരു കയറ്റവും, പിന്നത്തെ കുഴിയിലാണ് വീട്. അപ്പോൾ ഈ കുഴിയിൽ ഞാൻ 5ാം ക്ലാസ് തൊട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. വേറെ സ്ഥലത്തുനിന്ന് വിറ്റു വന്നതാണ് ഞങ്ങളവിടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ചെകുത്താങ്കുഴി എന്നാണ്. കാരണം അത് വാറ്റും കുടിയുടെ ഒരു കേന്ദ്രം. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ ചാരായം വാറ്റുന്നത്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ കണ്ടതും. എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റും. അവിടെ പോലീസോ എക്സൈസോ ഒന്നും വരാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടുപിടിച്ച ഒരു കൂട്ടരാണ് ഏക്കമുട്ടിയ കുടിയന്മാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അവർ കുടിച്ച് ഏക്കമുട്ടിപ്പോയി എന്ന് പറയും. എന്താ ഏക്കമുട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കുടിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ കത്തി തീർന്നു, പുറമേ മാത്രമേ ഉള്ളൂ. അവർ ചുമയ്ക്കുമ്പം പോലും പിടികിട്ടും. ആ ചുമയിൽ നിന്നാണ് ഏക്കമുട്ടിയ കുടിയനാണോ എന്ന് അറിയാൻ പറ്റുന്നത്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എന്നാലും ഞാനത് ഒന്ന് പഠിച്ചിട്ടുണ്ട്, കുറച്ച് കാണിച്ചു തരാം.
ഏക്കം മുട്ടിയ കുടിയന്മാർ ചുമക്കുന്നത് ഇങ്ങനെയാണ്. ചുമയ്ക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെയായി പോകും. അവർ ചുമക്കുന്ന ഏകദേശം ഇങ്ങനെയാണ്, അങ്ങ് കൂനിപ്പോവും. അവർ പലരും മരിച്ചുപോയി. അപ്പോൾ ഇത് വാറ്റുംകുടിയുടെയും കേന്ദ്രമായോണ്ട് നാട്ടുകാരിട്ട പേരാണ് ചെകുത്താൻകുടി. ചെകുത്താൻകുടിയിൽ നിന്ന് സെമിനാരിയിൽ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, എടാ ഈ കെട്ട സ്ഥലത്തുനിന്ന് സെമിനാരിയിലൊക്കെ എടുക്കുമോന്ന്. അപ്പോൾ അവനിട്ട പേരെന്നാ കെട്ട സ്ഥലം. അപ്പോൾ 2 സ്ഥലപ്പേരാണ് അതിനുള്ളത്. ഒന്ന് ചെകുത്താൻകുഴി, ഒന്ന് എൻ്റെ കൂട്ടുകാരനിട്ട സ്ഥലം കെട്ട സ്ഥലം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാൻ പാടില്ലാത്ത, ഞാൻ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു. പക്ഷെ ഒരു സങ്കടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു പോയി. അപ്പോൾ ദൈവം അത് അക്ഷരാർത്ഥത്തിൽ കേട്ടോണ്ടാണ് ഇന്നും ദൈവവചനം പറയുന്ന ഒരാളായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കതുകൊണ്ട് അറിയാം, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 100 കോടി ശതമാനം സത്യമാണ്. ദൈവം നോക്കുന്നത് വസ്ത്രം എങ്ങനെയുണ്ട്, തൊലിവെളുപ്പ് എങ്ങനെയുണ്ട്, ആൾ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, അവൻ്റെ വീട്ടുപേരെന്നതാ, അവൻ്റെ ഭാര്യ ഏത് പാർട്ടിക്കാരനാ, അവൻ ഏതാ വസ്ത്രം ഇട്ടിരിക്കുന്നത്, അവൻ്റെ ചിറ്റപ്പൻ കാനഡയിലുണ്ടോ, ദൈവം നോക്കിയല്ല. നമ്മൾ നോക്കും കാനഡയിൽ ആരാ, UK അവിടെ എത്ര പേര് പോയി, അയർലൻഡിൽ ആരൊക്കെ പോയിട്ടുണ്ട്. നമ്മളിതൊക്കെ നോക്കിയിട്ടാണ് പലതും ആലോചിക്കുന്നത്. ഇതാ മുഖം നോക്കാത്ത ഒരാൾ ആരാ? ഈശോ അതിലേ പോയപ്പം വിളിച്ച് ഒരാളുടെ അടുത്ത്. ഇനി അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. വിളിച്ചു പറഞ്ഞപ്പം നാട്ടുകാരെന്നാ പറഞ്ഞേ? ഒപ്പമുണ്ടായിരുന്നവർ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ? എന്നാ പറഞ്ഞേ? ഇന്നും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഒരേ, നിങ്ങളുടെ നാട്ടിൽ ഓർത്ത് നോക്കുമോ, ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ കുതിര കയറുന്ന ആരുടെ പുറത്തായിരിക്കും? പള്ളിയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ തലയിലായിരിക്കും എല്ലാവരും കൂടെ കുതിര കയറുന്നത്. ആർക്കിഷ്ടമല്ല? ആരെ? പ്രാർത്ഥിക്കുന്നവരെ മക്കൾക്ക് പോലും ഇഷ്ടമല്ല. ഒരമ്മ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എൻ്റെ മകൻ എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യം വച്ചാ. മകൻ ചോദിക്കുവാണ്, അമ്മ എന്നാത്തിനാ ഈ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിച്ചിട്ടാണോ ഇതൊക്കെ ഉണ്ടാകുന്നേ? അമ്മയുടെ ഈ പ്രാർത്ഥന, ഒടുക്കത്തെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടുമെന്ന് മകൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ കേൾക്കുന്നവരായിരിക്കും കേട്ടോ. ഏത് മക്കൾ പറയും, അമ്മയുടെ ഈ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ വീട് രക്ഷപ്പെടുമെന്ന്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനോട് നാട്ടുകാർ ഒരാൾ പോലും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, എന്തിനാടാ പ്രാർത്ഥിക്കുന്നത്, മിണ്ടാതിരിക്കടാ അവിടെ. എല്ലാവരും ശാസിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യില്ല. അത് പ്രതീക്ഷിച്ച് ആരും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരണ്ട. പ്രാർത്ഥിക്കുന്നവനെ കല്ല് വെറുകി എറിയും. പക്ഷെ വേറൊരു പ്രത്യേകത കേട്ടു തരാം. എന്നെ പ്രാർത്ഥനയുടെ പേരിൽ കളിയാക്കിയ മനുഷ്യൻ ഒരു സമയത്ത് എൻ്റെ മുമ്പിൽ കൈകൂപ്പി വന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കുന്നവനെ വിമർശിക്കുന്നവർ വരെ ചില സമയത്ത് കൈകൂപ്പിക്കൊണ്ട് പെറുക്കി വരുന്ന എവിടെയായിരിക്കും? പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലായിരിക്കും. എല്ലാം ഉള്ളപ്പം പ്രാർത്ഥനയുടെ വില ആർക്കും അറിയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ വട്ടം ചുറ്റുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ വില പോലും അറിയുന്നത്. ഞാനിങ്ങനെ ഉദാഹരണം പറയാം. ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് നമ്പർ സേവ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ഏതാ നോക്കിയെന്നറിയോ? പ്രാർത്ഥിക്കുന്ന ചേട്ടൻ്റെ നമ്പർ ആദ്യം എടുക്കുന്നത്. എൻ്റെ ഒപ്പം സാമ്പത്തികം ഉള്ളപ്പം കൂടെ നിന്ന ആൾക്കാരുടെ നമ്പറല്ല. പ്രശ്നം വരുമ്പോൾ ആദ്യം എടുക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ്റെയോ ഒരു അമ്മച്ചിയുടെയോ നമ്പർ എടുത്തിട്ട് ആദ്യം ഒരു പ്രശ്നം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ്റെ വില അറിയണമെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് അവൻ കൈകൂപ്പി വരും, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയുടെ വില, പ്രാർത്ഥനയുടെ ശക്തി. എന്നിട്ട് നോക്കുക, പെട്ടെന്നൊരു കാര്യം പറയാം. പ്രാർത്ഥിച്ചു പോയപ്പം എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ അനുഗ്രഹം വരുമായിരുന്നോ ഇല്ലയോ? ഈ മനുഷ്യൻ അഡ്ജക്റ്റീവാണ് എഴുതിയിരിക്കുന്നത്, അവൻ കൂടുതൽ ഉച്ചത്തിൽ. അപ്പോൾ ഒരു കാര്യം കേട്ടെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് പൊട്ടത്തരമല്ല. ഇതാ ഈ മനുഷ്യൻ ഈശോ അതിലെ കടന്നു പോകുമ്പോൾ സാധാരണ പോലെ വിളിച്ചാൽ പോരെ, ഈശോ എന്ന് വിളിച്ചാൽ പോരെ. എഴുതിയിരിക്കുന്നത് അവൻ കൂടുതൽ ഉച്ചത്തിൽ. അപ്പോൾ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഇനി അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് കേട്ടോ, വേഗത്തിൽ പറയാണ്. ഇവന്റെ വിളി കേട്ടിട്ട് ആരവിടെ നിന്നു? സർവശക്തനായ ദൈവം ഭിക്ഷക്കാരൻ്റെ ഒച്ചയുടെ മുമ്പിൽ നിന്നു എന്ന് പറയുന്നത് അത്ഭുതമല്ലേ? ഇപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അപ്പുറത്തെ ടൗണിൽ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ നിൽക്കുമോ? ഈശ്വരുടെ വേഗത്തിൽ പോകും, എന്തോ പരിപാടി ഉണ്ടെന്ന് പറയും.
ഈശോ പോലും കേട്ടെ, ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇത്രയും വിലയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നല്ല കുടുംബത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്രയും വില കൊടുത്തെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഇതിനേക്കാൾ വില തന്നിരിക്കും. അതിന് തർക്കമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഫീലിംഗ് അല്ല, എൻ്റെ ബോധ്യമാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫീലിംഗ്, എനിക്ക് പെട്ടെന്നൊരു കുളിര് കോരിയോണ്ട് ഈ വചനം വായിച്ചപ്പോൾ ഒരു കുളിര് വന്നു എന്ന് പറയാൻ വേണ്ടി ഒരു ഫീലിംഗ് അല്ല ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യമായി. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥന എന്ന വിഷയം സെലക്ട് ചെയ്തപ്പോൾ എന്നെ ആരോ നോട്ട് എഴുതി വെച്ച് കിട്ടിയതല്ല. ഇതെൻ്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഇനി നിങ്ങൾ ആ കേട്ട സ്ഥലം ഒന്ന് ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒന്ന് കണ്ടു നോക്കിയേ. ഒരു ഫിലിമായിട്ട് കാണുന്ന പോലെ ഈശോ നിന്നപ്പം എത്ര പേരവിടെ നിന്നു? വലിയ ഒരു ജനാവലി അവിടെ നിൽപ്പുണ്ട്. അതിനകത്ത് ആരൊക്കെയുണ്ട്? വിമർശിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞത് എന്നാണെന്നറിയോ? അവനെ ഇങ്ങോട്ട് വിളിക്കാൻ. അവൻ ഇതിലേ കൂടിയാ വന്നേ. അവൻ വിളിച്ചപ്പം എതിലേ കൂടിയാ വന്നേ? എല്ലാവരുടെയും പുറകെ കൂടെയാണോ വന്നത്? മുന്നിൽ കൂടിയാണോ? പുറകെ കൂടിയോ? മുന്നിൽ കൂടെ. ഒന്ന് ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയുള്ള മനുഷ്യനെ ദൈവം ഇപ്പൊ എതിലേ കൂടെയാ നടത്തിയേ? എതിലേ കൂടെയാ? പ്രാർത്ഥിക്കുന്നവനെ ദൈവം പുറകെ നിൽക്കുക. ഈ മാന്യന്മാര് മുഴുവൻ പുറകെ നിൽക്കുക. എന്നാണ് അത്ര ഇത് ഒച്ച എടുക്കേണ്ട കാര്യം എന്നാണെന്നാ ചോദിച്ചാൽ എല്ലാവരും ഇത്രയും നേരം? വിമർശിച്ചവരെ അല്ല മുന്നിൽ കൂടെ നടത്തിയേ. ഒരു കാര്യം കേട്ടെ, ഇത്രയും നേരം ഭിക്ഷ എടുത്തോണ്ടിരുന്നവൻ ഇതാ എല്ലാവരുടെയും മുന്നിൽ കൂടെ ദൈവം നടത്തി. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരും കേട്ടോ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വിമർശിച്ചവര് പോലും നോക്കി നിൽക്കുമ്പം മുന്നിൽ കൂടെ നടത്തും. ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. സാമ്പത്തിക കാര്യത്തിലും, എഡ്യൂക്കേഷന്റെ കാര്യത്തിലും, അഭിമാനത്തിന്റെ കാര്യത്തിലും, കുടുംബത്തിന്റെ കാര്യത്തിലും ദൈവം നിങ്ങളെ ആരുടെയും പുറകെ നിർത്തിയല്ല, മുന്നിൽ കൂടെ നടത്തും. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് മുന്നിൽ കൂടെ നടത്തുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നിൽ കൂടെ നടത്തി. ഈ മുന്നിൽ കൂടെ നടക്കുന്നത് ആരൊക്കെ കണ്ടു? 10 പേരാണോ കണ്ടേ? ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി 6 മണി തൊട്ട് ഒരുങ്ങി സമയവും എല്ലാം മാറ്റിവെച്ച് ഇവിടെ ഇരിക്കുന്നില്ലേ? നാളെ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടില്ലേ, എന്നാ കാണിക്കാനാ ധ്യാനത്തിന് പോകുന്നേ? എല്ലാ ദിവസവും നിങ്ങൾ ഈ പോക്കാണല്ലോ എന്നൊക്കെ ചോദിച്ചവർ തന്നെ 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ കൂടെ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ കൂടെ നടത്തും ദൈവം. അതൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്, രഹസ്യമുണ്ട് കേട്ടോ. എന്തൊക്കെ ഒത്തിരി കാര്യമുണ്ട്. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല, നടത്തി. എന്നിട്ട് അവനോട് ചോദിച്ച ചോദ്യം എന്നാന്ന് കേട്ടെ? ചോദിക്കുകയാണ്, നിന്റെ ആഗ്രഹം എന്നാന്ന്. ആരോടാ ചോദിച്ച ആഗ്രഹം എന്നാന്ന്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരാഗ്രഹവും ഇവിടെയുണ്ട്. മിനിമം ഒരു 800 കാറേലും വേണമെന്ന് ആഗ്രഹമുള്ളവരാ പലരും. ഒരു കാറെങ്കിലും മേടിക്കണേന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആരോടെങ്കിലും ചോദിച്ചോ ആഗ്രഹം എന്നാന്ന്? ഒറ്റ ഒരാളോടെ ചോദിച്ചുള്ളൂ ആഗ്രഹം എന്താണെന്ന്. ആരോടെ ചോദിച്ചുള്ളൂ? എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവൻ്റെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും എവിടെ വിലയുണ്ട്? ആരുടെ മുമ്പിൽ? ദൈവസന്നിധിയിൽ വിലയുണ്ട്. മറക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ആഗ്രഹിക്കുക, എൻ്റെ മകൻ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ, എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടൊന്നും മാറിയിരുന്നെങ്കിൽ. ആരാഗ്രഹിക്കുന്നറിയോ? പ്രാർത്ഥനയുള്ള ഒരമ്മ. ഒരാളുടെ ചങ്കിനകത്തിരിക്കുന്ന ആഗ്രഹത്തിന് പോലും വിലയുണ്ട്. ഈശോ നാട്ടിലുള്ള എല്ലാവരോടും ഇങ്ങൊന്ന് നിന്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്നവനോട് ചോദിച്ചു ആഗ്രഹം എന്നാണെന്ന് ചോദിച്ചെങ്കിൽ, ഇവിടെ ദൈവവചനം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഈശോ ചോദിക്കും, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്നാണ്? പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിനകത്തുള്ള ചെറിയ ആഗ്രഹത്തിന് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ 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 വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അവന്റെ ആഗ്രഹം അവൻ പറഞ്ഞു. എന്നാ പറഞ്ഞറിയോ? എൻ്റെ കണ്ണിനൊന്ന് കാഴ്ച കിട്ടണം. അന്നേരം ഈശോ പറഞ്ഞു, നിന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിനകത്ത്, എല്ലാവരുടെയും മുമ്പിൽ നടത്തിയതും അവനെ ഉയർത്തിയതും എല്ലാവരും അഭിമാനത്തോടെ നോക്കാൻ ഒറ്റ കാരണമുള്ളൂ. എന്താ കാരണം? അവൻ്റെ ഒരു കുഞ്ഞു പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ.